ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ട ഇറാൻ കപ്പലിനെ യുഎസ് ലക്ഷ്യം വെച്ചത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. കാരണം ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ അനുമതി കാത്തുകിടന്നത് 11 മണിക്കൂറാണ്. എന്നാൽ അവസാനം അനുമതിക്ക് പകരമായി തന്നെ യുദ്ധക്കപ്പൽ കടലിൽ വെച്ച് തന്നെ മുക്കുകയാണ് യുഎസ് ചെയ്തത്. മാത്രമല്ല, ഇറാൻ ആകട്ടെ ശ്രീലങ്കൻ തീരത്ത് ഒളിപ്പിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ലക്ഷ്യം വെക്കുമെന്ന മുന്നറിയിപ്പ് പോലും ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ദുഃഖകരമായ വാർത്ത എന്തെന്നാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുഎസ് ആകട്ടെ, അതായത് യുഎസ് അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാൻ യുദ്ധക്കപ്പൽ തകർന്നത്, അതായത് ഇറാന്റെ ഈ ഒരു കപ്പൽ തകർന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതിനെല്ലാം തന്നെ ഒടുവിലാണ് ഇപ്പോൾ കപ്പൽ ഏകദേശം 11 മണിക്കൂർ അനുമതിക്കായി തന്നെ കാത്തുകിടന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണം ഉണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതായത് ശ്രീലങ്കൻ പ്രതിപക്ഷ എംപി ആയ മുജിബുർ റഹ്മാനാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് ലങ്കൻ പാർലമെന്റിൽ ചോദ്യവേളയിലാണ് പ്രതിപക്ഷ എംപി ഈ ദേന, അതായത് ഐറിസ് ദേന മണിക്കൂറുകളോളം തന്നെ കടൽ തീരത്ത് കാത്തുകിടക്കേണ്ടി വന്നു എന്നതിനെ അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുഎസ് അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ തകർന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ അനുമതി കാത്ത് കടലിൽ കിടന്നത് 11 മണിക്കൂറാണ്. ആക്രമണം ഉണ്ടായ ദിവസങ്ങൾക്ക് ശേഷം ഈ വിവരം പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ ഇവിടെ ഉണ്ടാകുന്നതായി തന്നെ വെളിപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മറ്റ് രീതിയിലേക്ക് ഇതിനെ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കടൽ തീരത്ത് അവിടെ കാത്തുകിടക്കേണ്ടി വന്ന സമയം പോലും ഇവിടെ എടുത്തു പറയുമ്പോൾ സംഘർഷ സാഹചര്യം കാരണം തിരികെ ഇറാനിലേക്ക് മടങ്ങിയാൽ ആക്രമിക്കപ്പെടുമെന്ന സംശയം ഇവിടെ ഐറിസ് ദേനയിലെ നാവികർക്കുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇതിനാലാണ് സർക്കാരിന്റെ അനുമതിക്കായി തന്നെ ഗോൾ തുറമുഖത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ നങ്കൂരമിട്ടത്. തുടർന്ന് കപ്പൽ അടുപ്പിക്കാൻ അനുമതി തേടുകയും ചെയ്തു. എന്നാൽ 11 മണിക്കൂർ കാത്തു കിടന്നിട്ട് പോലും അനുമതി ലഭിച്ചില്ല. ഒടുവിൽ യുഎസ് അന്തർവാഹിനി കപ്പലിനെ ഇരയാക്കുകയാണ് ചെയ്തത്. ഈ ആക്രമണത്തിലാകട്ടെ 87 ഇറാനിയൻ നാവികരാണ് കൊല്ലപ്പെട്ടതും. പരിക്കേറ്റവരെ ലങ്കൻ നേവി രക്ഷപ്പെടുത്തുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ അതിഥിയായിട്ടാണ് ദേന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയത്. വിശാഖപട്ടണത്ത് നിന്നുമാണ് തിരികെ ഇറാൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടതും. ദേനയിലെ നാവികരെ രക്ഷിക്കാൻ ഇന്ത്യ ശ്രമിച്ചില്ല എന്ന് അവിടെ പ്രതിപക്ഷ ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. മാത്രമല്ല, എന്നാൽ ഇന്ത്യൻ നേവിയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതായി തന്നെ വലിയ രീതിയിൽ ഇന്ത്യ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നതായും ഇവിടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു അവസരത്തിൽ അമേരിക്ക തൻ്റെ യുദ്ധസന്നാഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലുകൾ മുക്കിയത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല, ട്രംപ് ആകട്ടെ കഴിഞ്ഞ ദിവസം വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാൻ ഇത്തരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന എല്ലാ കപ്പലുകളെയും അവിടെ നിന്നും താൻ ആക്രമിക്കുമെന്നും ഇവയെല്ലാം തന്നെ അവിടെ കടലിൽ മുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ട്രംപ് നൽകിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.